ഇന്നലെ വരെ നമ്മൾ കണ്ട ലീഗ് അല്ല മിഷൻ 2026 ഇറങ്ങിത്തിരിക്കുന്നത്. കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് സജീവ രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്ക് അവർ ചുവടുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ലീഗും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ബന്ധമാണ്. വയനാട്ടിൽ നിന്നും റായ്ബറേലിക്ക് ടിക്കറ്റ് എടുത്ത് രാഹുൽ ചുരമിറങ്ങിയപ്പോൾ പകരം വയനാട്ടുകാർക്കായി നൽകിയതാണ് പ്രിയങ്കയെ. രാഹുലിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ വയനാട്ടുകാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടെയും ശ്രദ്ധേയമായ വോട്ട് വിഹിതം കോൺഗ്രസ് പ്രിയങ്കയുടെ പെട്ടിയിൽ നിറച്ചിരുന്നു. അതിനു പിന്നാലെ ഈ കഴിഞ്ഞ റംസാൻ മാസത്തിൽ പ്രിയങ്ക പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. സാധാരണ റംസാൻ മാസത്തിന്റെ അവസാന ദിവസങ്ങൾ ഏറെ പ്രധാനപ്പെട്ട പുണ്യദിനങ്ങളാണ് മുസ്ലിം മതവിശ്വാസികൾക്ക്. ഇത്തരം സമയത്ത് രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ചകളിൽ നിന്നും സാധാരണ വിട്ടുനിൽക്കുന്ന പാണക്കാട് കുടുംബം പ്രിയങ്കയ്ക്ക് ഇഫ്താർ വിരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചെറുതല്ലാത്ത കാരണങ്ങളുണ്ട്. ഇനി ഈ സമയത്താണ് വഖഫ് ബിൽ ആളിക്കത്തിയിരുന്നത്. പ്രിയങ്കയാണെങ്കിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട JPC കമ്മിറ്റിയിൽ അംഗവുമായിരുന്നു. എന്നാൽ ഈ വഖഫ് ബില്ല് വോട്ടിനിട്ടപ്പോൾ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയിരുന്നില്ല. പകരം ബന്ധുവിന്റെ ചികിത്സാർത്ഥം വിദേശത്തായിരുന്നു. പക്ഷേ CPM അടക്കമുള്ളവർ പ്രിയങ്ക പങ്കെടുക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോഴും ലീഗ് ഈ വിഷയത്തിൽ പ്രിയങ്കയ്ക്കെതിരെ നിലപാട് എടുത്തിട്ടില്ല. അതിനു കാരണം റംസാൻ മാസത്തിലെ സന്ദർശനവും കൂടിക്കാഴ്ചയുമാണ് എന്ന് തന്നെ പറയാം. കാരണം കേരളമടങ്ങുന്ന ദക്ഷിണേന്ത്യയെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഗാന്ധി കുടുംബത്തിനോ കോൺഗ്രസിനോ ഒരു പ്രത്യേക തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കാരണം വർഗീയതയുടെ ചീട്ടിറക്കി കളിക്കുന്ന BJP കോൺഗ്രസിനെ കാൻഗ്രസ് എന്ന് വിളിക്കാനും പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് വിളിപ്പിക്കാനും തുടങ്ങും. ഇത് പലപ്പോഴും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കും. ഈ കാര്യം ലീഗിനെ ബോധ്യപ്പെടുത്താൻ പ്രിയങ്കയ്ക്കായിട്ടുണ്ട്. ഇനി പറയാനുള്ളത് മിഷൻ 2026 കുറിച്ചാണ്. അവിടെ ലീഗ് എടുക്കുന്ന നിലപാടിനെ കുറിച്ച് കൂടിയാണ്. അതായത് UDF എന്ന മുന്നണിയിൽ സജീവമായി നിന്നുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കയറ്റാനായിട്ട് ലീഗ് പണി തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. ലീഗുമായും പാണക്കാട് കുടുംബവുമായും ആര്യാടന്മാർ നിരന്തരം പോരടിച്ചിരുന്നതാണ്. എന്നിട്ടും പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ അത്തരം പടലപ്പിണക്കങ്ങൾ രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമായിട്ടുള്ളതാണ്. ഇതൊക്കെ പണ്ടേ വിട്ടതാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ കൂടി സ്ഥാനാർത്ഥിയാണ് എന്ന് തുറന്നു കാട്ടിക്കൊണ്ടാണ് ലീഗ് കളം നിറഞ്ഞത്. ഇവിടെ 19 വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി വീട് വീടാനന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ പ്രചാരണത്തിന് വന്ന സമയത്തും PK ബഷീർ അടക്കമുള്ള ലീഗ് നേതാക്കൾ കളം നിറഞ്ഞു UDFനൊപ്പം നിലയുറപ്പിച്ചതും UDF കണ്ടതാണ്. അതുമാത്രവുമല്ല, യൂത്ത് ലീഗിനെയും കോൺഗ്രസിനോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ പരിസരത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിന്യസിപ്പിച്ചിരുന്നു. രാഹുൽ മങ്കൂട്ടത്തലിനോടും ഷാഫി പറമ്പിലിനോടുമൊപ്പം സദാസമയവും പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ലീഗിന്റെ കരുത്തുറ്റ യൂത്ത് ലീഗ് നേതാവായിരുന്നു PK ഫിറോസ്. ഇതെല്ലാം കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് ലീഗ് നിലയുറപ്പിക്കുന്നു എന്നതിനുള്ള ഉത്തമ തെളിവാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അൻവറിനെ കോൺഗ്രസ് നിരവധി ചർച്ചകൾക്ക് ശേഷം പുറത്തു നിർത്തിയപ്പോഴും ലീഗ് എതിർത്തൊരക്ഷരം മിണ്ടാതെ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ലീഗ് 2026 ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ 2026 പ്രിയങ്കയാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടുന്നത്. അതിനായി അവർ വാർ റൂം പോലും തുറന്ന് സുസജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യമന്ത്രി കുപ്പായവുമായി ബന്ധപ്പെട്ട് ഒരിടക്കാലത്തുണ്ടായ മുറുമുറുപ്പിനെയും CPM ആയുധമാക്കിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായും പ്രിയങ്ക ഗാന്ധിയുമായുമാണ് ചർച്ച നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഗാന്ധി ദീപാദാസ് മുൻഷിയെ കേരളത്തിലേക്ക് നേരിട്ടയച്ച് പ്രശ്നത്തിന് പരിഹാരം തേടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ 2026 പ്രിയങ്കയ്ക്ക് കൈകൊടുത്ത് ഒരു വമ്പൻ പടയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ലീഗ് രാഷ്ട്രീയ ഗോതയിലേക്ക് CPMനെയും BJPയെയും വെട്ടാൻ ഇറങ്ങിത്തിരിക്കുന്നത്.